Now our next topic is search for genetic material. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. ഇനി സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തോ ആണ്. അതായത് മുന്നേ നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വാട്ട് ഈസ് ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ, വെദർ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഓർ ഇറ്റ് ഈസ് എൻ RNA ഓർ DNA, ഇതിൽ എന്തുവാണെന്ന് നമുക്ക് സംശയമായിരുന്നു മുന്നേ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് പല റിസർച്ചേഴ്സും നടത്തി. അപ്പൊ അങ്ങനെ നടത്തിയ ഒരു റിസർച്ചാണ് ഫൈനലി ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ ഫൈൻഡിങ് ഔട്ട് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. 11th നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബാക്ടീരിയയിൽ 3 types of sexual reproduction is there. There is conjugation, transduction and transformation. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ജനറ്റിക് മെറ്റീരിയലിൽ അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പിൽ ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ഫോർമേഷൻ. Now what is it? We will study now. Now the person that is the scientist Frederick Griffith. നമ്മൾ ഒരിക്കൽ പഠിച്ച പിന്നെ മറന്നു പോകത്തേയില്ല, നല്ല രസമുള്ള ഒരു സംഭവമാണ്. So Frederick Griffith എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഇയർ 1928 his experimental tool was Streptococcus pneumoniae എന്ന് പറയുന്ന ബാക്ടീരിയ ആയിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ടൂൾ. ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാം കുറെ എക്സ്പെരിമെന്റ്സും എക്സ്പെരിമെന്റൽ ടൂളും കൊണ്ട് നമ്മൾ ഓർത്ത് ചെയ്ത് വെച്ചേക്കാം. So his experimental tool was Streptococcus pneumoniae bacteria. Okay, this bacteria is of 2 types. One is called as the S type, the other one is called as the R type. S stands for smooth. But smooth type ഉണ്ടായിരുന്നു, rough type ഉണ്ടായിരുന്നു. എന്താണ് ഈ സ്മൂത്ത് ടൈപ്പ്? അതായത് some of the bacteria had an extra covering over its bacterial cell wall. ഒരു പോളിസാക്കറൈഡ് കൊണ്ടുള്ള നല്ല സ്മൂത്ത് ഷൈനി കവറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കവറിംഗ് ഉള്ളതിനെ നമ്മൾ എസ് ടൈപ്പ് എന്ന് പറയും. സ്മൂത്ത് ഷൈനി കവറിംഗ് ആണ്. സ്മൂത്ത് കവറിംഗ് ഉള്ളത് കൊണ്ട് അത് നല്ല ഷൈനിങ് കോളനീസ് ഫോം ചെയ്യും. അത് നമ്മൾ എസ് ടൈപ്പ് എന്ന് പറയും. വാട്ട് ഈസ് ആർ ടൈപ്പ്? ദ ആർ ടൈപ്പ് ഇസ് വിത്തൗട്ട് ദിസ് കവറിംഗ്, സോ ദേ അപ്പിയർ ആസ് എ റഫ് ടൈപ്പ്. Okay, so S type നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നെങ്കിലും they are the pathogenic or the virulent form, means disease causing type ആണ് S type. So this bacteria can cause a disease pneumonia. Okay, so S type ന് virulent or pathogenic form ആണ്. R type ഒരു non virulent or non pathogenic form ആണ്, disease cause ചെയ്യാത്ത form ആണ്. അത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം S type bacteria, he injected the S type bacteria into mice. Mice means plural of mouse. Okay, I'll inject ചെയ്തു. So what happened after 1 or 2 days? The mice started suffering from pneumonia and finally died. അതുപോലെ R type inject ചെയ്തു. R type inject ചെയ്തപ്പോൾ it was not affecting the mouse, so mouse was running very happily, showing that the R type will not cause infection. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ he heat killed S type. S type ബാക്ടീരിയ എടുത്ത് ഹീറ്റ് ചെയ്ത് അതിനെ കിൽ ചെയ്തു. എന്നിട്ട് അതിനെ ഇഞ്ചെക്ട് ചെയ്തു ഈ എലിയിൽ. അപ്പോഴെന്ത് ചെയ്തു? ഇറ്റ് വാസ് ദ മൈസ് ഓർ ദ മൗസ് വി ക്യാൻ സേ വാസ് നോട്ട് സഫറിംഗ് ഫ്രം ദ ഡിസീസ്. സോ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീറ്റ് കിൽഡ് S type can not cause the disease. നെക്സ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ he heat killed S type was mixed with live R type. അപ്പം heat killed S type cannot cause disease, live R type cannot cause disease. So he mixed these two. Heat killed S type ഉം R type ഉം കൂടെ live R type കൂടെ മിക്സ് ചെയ്തിട്ട് റാറ്റിൽ ഇഞ്ചെക്ട് ചെയ്തു. That time rat got the disease pneumonia and it died. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു പുതിയ സംഭവം അദ്ദേഹം കണ്ടുപിടിച്ചത്, ദാറ്റ് ഇസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. അതായത് ഈ ലൈവ് ആർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ത് ചെയ്തു? അതിന്റെ എൻവയൺമെന്റിൽ നിന്ന്, അതിന്റെ എൻവയൺമെന്റിൽ ഇപ്പൊ ഹീറ്റ് കിൽഡ് എസ് ടൈപ്പ് ഉണ്ട്, അതിന്റെ ഹീറ്റ് കിൽഡ് എസ് ടൈപ്പിന്റെ ജനറ്റിക് മെറ്റീരിയൽ അത് അതിന്റെ ബോഡിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ മറ്റേ ശോഭന നാഗവല്ലിയായി മാറിയതുപോലെ. സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? The R type, which was a non-virulent or a non-pathogenic form, got converted into a virulent pathogenic form by taking up the genetic material of the heat-killed S type. ഈ ഒരു സംഭവത്തിനാണ്, ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയും. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്ന ബാക്ടീരിയ നമ്മൾ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയും. ഇത് പിന്നീട് ബയോടെക്നോളജി ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ഈ വേർഡ് വേണം. Transformance. Okay,
So bacteria which got a foreign DNA from its environment can be called as a transformant, or a bacteria which is having a foreign genetic material. അതിൻ്റെതല്ലാത്തൊരു genetic material എൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു ജീൻ കൊടുത്താലും മതി, അതെന്താവും? ട്രാൻസ്ഫോർമെന്റ് ആവും. ഓക്കെ, അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലായിട്ടില്ല? എന്തോ ഒരു സംഭവം, എന്തോ ഒരു കെമിക്കൽ തിങ്, ബയോകെമിക്കൽ തിങ് ഹാസ് ട്രാൻസ്ഫോം ദ ബാക്ടീരിയ എന്നുള്ളതല്ലാതെ വെദർ ഇറ്റ് ഈസ് DNA, RNA or protein എന്നുള്ള doubt was still there. That was cleared by another 3 persons, that is Oswald Avery, Colin MacLeod and Maclean McCarthy. ഈ പേരുകൾ കാണാതെ പഠിച്ചോളൂ. സോ ഈ 3 പേരുമാണ് എന്ത് കണ്ടുപിടിച്ചത്? ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ദ chemical behind, or the genetic material behind the transformation principle. What they did is they extracted proteins, RNA and DNA from the heat-killed S type of bacteria. എന്നിട്ട് അതില് പ്രോട്ടീൻസ്, അതിന് 3 ടെസ്റ്റ് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാം. അത് അവര് പ്രോട്ടീൻസും RNAയും DNAയും എക്സ്ട്രാക്ട് ചെയ്തു. പ്രോട്ടീൻസിന്റെ ഇതിന്റെ അകത്തോട്ട് they added proteases. Protease എന്ന് പറഞ്ഞാൽ it's an enzyme that can degrade proteins. Okay, അപ്പോൾ പ്രോട്ടീസ് അതിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ that's a mixture is containing proteins ഉണ്ട്, RNA ഉണ്ട്, DNA ഉണ്ട്. ആ മിക്സ്ചറിലേക്ക് പ്രോട്ടീസ് ആഡ് ചെയ്ത് അതിലുള്ള പ്രോട്ടീൻസിനെ മാത്രം എന്ത് ചെയ്തു? ഡൈജസ്റ്റ് ചെയ്തു. So that means that RNA and DNA is still there in the non-degraded form in that mixture. എന്നിട്ട് ആ മിക്സ്ചറിനെ ലൈവ് R type ആയിട്ട് മിക്സ് ചെയ്ത് റാറ്റിൽ ഇഞ്ചെക്ട് ചെയ്തു. സോ at that time the rat still suffered from pneumonia. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് ഈ എക്സ്ട്രാക്റ്റിലേക്ക് RNAs എന്ന് പറയുന്ന എൻസൈം, ദാറ്റ് ഇസ് റൈബോന്യൂക്ലിയേസ്, RNAs is റൈബോന്യൂക്ലിയേസ്, ഇത് ആഡ് ചെയ്തു. അതായത് RNA ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന എൻസൈം, അത് ആഡ് ചെയ്തിട്ട് again mixed with the live R type and injected. That time also the rat suffered from pneumonia. മൂന്നാമത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ same mixture, that is they took another mixture, the same type of mixture having proteins and RNA and DNA from the heat-killed S type. Then they added DNAs, deoxyribonuclease add ചെയ്തു. അതായത് DNA break down ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം, അത് ആഡ് ചെയ്ത ആ മിക്സ്ചറിൽ. എന്നിട്ട് it was mixed with live R type and injected into the mouse. This time mouse did not suffer pneumonia. അതായത് അതിന്റെ DNA ഹീറ്റ് കിൽഡ് S ടൈപ്പിന്റെ DNA ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ അത് R ടൈപ്പായിട്ട് മിക്സ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസിന് ഇൻഫെക്ഷൻ കൊടുക്കാൻ അതിന് പറ്റിയില്ല. സോ ഫ്രം ദാറ്റ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് the genetic material or the biochemical nature behind the genetic material is DNA. അല്ലെങ്കിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കി. കാരണം DNA ഡാമേജ് ചെയ്തപ്പോൾ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. പ്രോട്ടീൻസിനെ ഡാമേജ് ചെയ്തപ്പോഴും RNA ഡാമേജ് ചെയ്തപ്പോഴും എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസ്ഫോർമേഷൻ വാസ് ഹാപ്പനിങ്. But when DNA was destroyed, there was no transformation. So from that they found out that the real reason or the biochemical nature of the genetic material behind transformation is DNA.